ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്മീനും ചേനയും കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്, ഒരു രക്ഷയില്ല എൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇനി ചെമ്മീനും ചേനയൊക്കെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒരു കറി ഒന്ന് തയ്യാറാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു ചെറിയ മുറി തേങ്ങയും 1.5 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 2-3 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ഒരു ബ്രൗൺ കളറാണ്, ആ രീതിയിൽ നമുക്കിത് നന്നായിട്ട് വറുത്ത് മാറ്റി വെക്കാം. തേങ്ങയൊക്കെ നല്ല കളറായി വരണം കേട്ടോ. അപ്പോൾ തേങ്ങയുടെയൊക്കെ കളറ് മാറി നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി തണുക്കുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഇനി ഈ കറി തയ്യാറാക്കാനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടി വരണം. ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. സവാള ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി ഒരു 10-20 ചെറിയ ഉള്ളി ആയാലും മതി കേട്ടോ. ഈ സമയത്ത് സവാള നമുക്ക് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. വരുന്ന സമയത്ത് നമുക്ക് 5-6 കാന്താരിമുളകാണ്, വെളുത്ത കാന്താരി, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ചും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേനയുണ്ടല്ലോ, ഒരു 250 ഗ്രാം ചേന നീളത്തിൽ അരിഞ്ഞ് വെച്ചാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചേന ഇച്ചിരി വേവുള്ള ചേനയാണ് കേട്ടോ. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വേകാൻ അല്പം പാടാണ്. അതുകൊണ്ട് ഈ എണ്ണയിൽ കിടന്നൊന്ന് വാടുമ്പോഴേക്കും ചേന നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ചേന വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെന്ത് വരട്ടെ. അപ്പം നമ്മൾ ചേന വേകാൻ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഈ സമയം ഞാനൊന്ന് നോക്കി ചേന വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഒരു പകുതി വേഗമാണ് ആയിട്ടുള്ളത് കേട്ടോ, ഒരുപാട് വെന്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് 1-2 പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ഒരു 280 ഗ്രാം ചെമ്മീൻ വൃത്തിയാക്കി എടുത്തതാണ്. അതും അതിൻ്റെ കൂടെ ഒരു 2 ഇടത്തരം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് വരട്ടെ. ഇപ്പോൾ ഇത് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. അരപ്പൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പില്ലേ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ കുറച്ച് പുളിവെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, ലേശം പുളിവെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം കറിയുടെ കൺസിസ്റ്റൻസി എത്രയാണോ വേണ്ടത് അനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി അങ്ങ് കുറുകിയിരിക്കുന്നതായിട്ട് തോന്നി. അതുപോലെ തന്നെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പും കൂടി വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക.
ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് വറ്റി വരട്ടെ. ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴേക്കും കറിയൊക്കെ നന്നായി വറ്റി വരും കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. പിന്നെ ഈ ചട്ടിയിലിരുന്ന് തന്നെ ഇതങ്ങ് കുറുകി വറ്റി വന്നോളും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഒരു ചേനയും ചെമ്മീനും കൊണ്ടുള്ള ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് വറുത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.